എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ കടച്ചക്ക വറുത്തരച്ചാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയ ഈ കറി ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് അഭിപ്രായം പറയൂ. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രഷ് കടച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ കടച്ചക്കയാണിത്. ഇനി കറി തയ്യാറാക്കാനായിട്ട് ഒരു പഴുത്ത തക്കാളി വേണം കേട്ടോ. ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയാണ്. ചെറിയുള്ളിയൊക്കെ കൂടുതലെടുത്താൽ നല്ലതാണ്. എന്നാൽ സവാള വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇതേപോലെ സ്ക്വയറായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കട്ട് ചെയ്യാം. പിന്നെ തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ആദ്യമായിട്ട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചു. ചട്ടിയിലാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കടച്ചക്ക ഇട്ട് കൊടുക്കാം. സ്ക്വയറായിട്ട് നൈസായിട്ട് ചെറുതായിട്ടൊക്കെയാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് വേവും കേട്ടോ. വലുതായിട്ടായാലും കുഴപ്പമില്ല. ഇതൊരു കിഴങ്ങ് പോലെയാണല്ലോ. വെന്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും. എരിവ് നല്ലോണം ഇരുന്നോട്ടെ കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ചേർത്തു. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അവരവരെ ഇഷ്ടം പോലെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന്. പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു കേട്ടോ. അത് മതിയാവില്ല. തേങ്ങയുടെ കൂടെ വറുത്തരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടു നോക്കൂ. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്തത്. അതൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു കളറൊക്കെ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി കടച്ചക്കയൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം പോലെ ആവും കറി. നമ്മൾ അരപ്പൊക്കെ ചേർക്കണതല്ലേ. ഒരേ ലെവലിലാണ് വെള്ളം ഒഴിച്ച്. ഒരിത്തിരി കൂടിയാലും കുഴപ്പമില്ല. വെന്ത് വറ്റിക്കോളൂ കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അതൊരു കിഴങ്ങ് പോലെയല്ലേ, പെട്ടെന്ന് വെന്തോളും. കുറച്ച് സമയം തിളച്ചാൽ തന്നെ അത് വെന്തോളും. ഉപ്പൊക്കെ പാകമായിട്ടുണ്ടാവണം. എന്നാലേ കടച്ചക്കയിലൊക്കെ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. ആ സമയം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പ് ചേർക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തരച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം കടച്ചക്ക വെന്ത് ഉടയൊന്നും ചെയ്യില്ലല്ലോ. കറിക്കൊക്കെ ഒരു തിക്നെസ് ഉണ്ടെങ്കിലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ സ്ലോ ആയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരേപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓരോ ഭാഗം കരിയണ്ട. നമ്മൾ തേങ്ങ ചിരവി എടുക്കുമ്പോൾ നൈസായിട്ടല്ലേ കിട്ടുക. ചിലത് ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല. ഈ സമയം കറിയൊന്നും നോക്കുന്നുണ്ട് കേട്ടോ. തിളച്ചു. ചക്ക വെന്തിട്ടില്ല, ഒന്നുകൂടി വേവട്ടെ. ആ സമയം നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കറി ഒന്ന് ശ്രദ്ധിക്കണം. വെള്ളം വറ്റുണ്ടോ അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇത് പച്ച മല്ലിപ്പൊടി ആയതുകൊണ്ടേ ഞാനൊന്ന് മൂപ്പിച്ചിട്ടാണ് ചേർക്കണേ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പച്ച ടേസ്റ്റ് രസം ഉണ്ടാവില്ല. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ആ തേങ്ങയിലേക്കാണ് ഞാൻ ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടി. ആ ചൂട് തന്നെ മതി. മല്ലിപ്പൊടിക്ക് കരിയൊന്നും വേണ്ട. കരിഞ്ഞ രുചി മാറില്ലേ. അതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കതൊന്ന് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തരിതരിപ്പൊന്നും പാടില്ല. നൈസായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. കൂട്ടുകാരെ, വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. ഈ സമയം നന്നായിട്ട് അരച്ചെടുത്തു. ഈ സമയം നമുക്ക് കറി ഒന്ന് നോക്കാം. തിളച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാലൊക്കെ അറിയാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പും മുളകോ എരിവോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നോക്കാം.
ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി കട്ട പോലെ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ അങ്ങ് വെള്ളം പോലെ ഒന്നും ആവണ്ട, എന്നാലും നോക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഒരിത്തിരി വെള്ളം പോലെ തിളയ്ക്കുമ്പോൾ ആയാലും കുഴപ്പമില്ല. ഇതാ നന്നായിട്ട് പാകത്തിനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. വറുത്തതാണെങ്കിൽ കൂടി ഒരു ചുവ ഉണ്ടാവില്ലേ, അതൊന്ന് മാറിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി നന്നായിട്ടൊന്ന് വറുത്തിടണം കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം. ആദ്യം കടുകിട്ട് പൊട്ടിയിട്ടാണ് കേട്ടോ. കടുകിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം കുറച്ചധികം ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടാൽ നല്ല രുചി കിട്ടും കേട്ടോ. പിന്നെ നല്ല കറിവേപ്പിലയും ഒരു വറ്റൽമുളകൊക്കെ ഇട്ടാൽ മതി, അതധികം ഒന്നും വേണമെന്നില്ല. വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മൂത്തെടുക്കണം. ഇത് വറുത്തിടുന്നതിലും ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. വെറുതെ നമ്മളങ്ങ് തിളപ്പിച്ച് വെച്ചതല്ലേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഈ സമയം വേണം കറിയിലേക്ക് ചേർക്കാൻ. ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പസമയം വെച്ചാൽ ഒന്ന് കുറുകി വരും. നമ്മൾ തിളയ്ക്കുമ്പോൾ കുറച്ച് വെള്ളമാണെങ്കിലും ഇതാ കണ്ടില്ലേ, ഒരല്പസമയം കഴിഞ്ഞാണ് ഞാനിത് ഇളക്കിയത്. നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരുടെയും ഒന്ന് അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.